നമസ്കാരം. അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ ഉണ്ടായിരുന്നു. ഈ നടപടികൾക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ലോസ് ആഞ്ചലസിൽ നടക്കുന്നത്. അവിടെ നിന്ന് പുതിയ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഇത് ട്രംപിന് വലിയ തലവേദനയാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ വാർത്തയിലേക്ക് കടക്കുകയാണ്. അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരായ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇടപെടാതെ ഇപ്പോൾ ഫെഡറൽ കോടതി നിൽക്കുകയാണ്. നാഷണൽ ഗാർഡ്സുകളെയും മറീനുകളെയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം നൽകിയ അപേക്ഷ ഫെഡറൽ കോടതി തള്ളി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഗവർണറുടെ അപേക്ഷയിൽ വ്യാഴാഴ്ച വാദം കേൾക്കും. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ലോസ് ആഞ്ചലസിൽ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസിന്റേതാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം. പ്രതിഷേധങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന റെയ്ഡുകൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് മേയർ കാരൻ ബാസ് പറഞ്ഞത്. പ്രക്ഷോഭത്തിൽ നഗരത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരോടും നിയമവിദഗ്ധരോടും സംസാരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് കരുതുന്നത് എന്നും അധികൃതർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് ലോസ് ആഞ്ചലസിൽ നടക്കുന്നത്. ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരാവസ്ഥ അനിവാര്യമാണ് എന്നാണ് ലോസ് ആഞ്ചലസ് പോലീസ് ചീഫ് ജിം മാക്ഡൊണാൾഡ് പറഞ്ഞത്. അടിയന്തരാവസ്ഥ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും. ശനിയാഴ്ച മുതൽ നഗരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച മാത്രം 27 പേരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച അത് 40 തിങ്കളാഴ്ച അത് 114 ചൊവ്വാഴ്ച അത് 197 എന്നാണ് അവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത്. പ്രക്ഷോഭം സമാധാനത്തിനും സർക്കാർ ഉത്തരവുകൾക്കും മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതായത് പ്രക്ഷോഭത്തെ ഏതു വിധേനയും അടിച്ചമർത്താൻ എല്ലാ സർക്കാർ സംവിധാനവും പ്രയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രക്ഷോഭം കൂടുതൽ അതിര് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ട്രംപിന് തലവേദനയായിരിക്കുകയാണ്. മാത്രമല്ല കോടതി ഇതിൽ ഇടപെടാത്തത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നതും അവിടെ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നഗരത്തിൽ കൂടുതൽ നാഷണൽ ഗാർഡുകളെ വിന്യസിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഈ പ്രക്ഷോഭത്തെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകാരികൾ കൂടുതൽ അക്രമാസക്തമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തിനെതിരെയാണ് ലോസ് ആഞ്ചലസിൽ പ്രതിഷേധം കത്തിപ്പുകയുന്നത്. ഇത് വരും ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും ഈ പ്രതിഷേധം? പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രതിഷേധത്തിന്റെ തലങ്ങൾ എങ്ങോട്ടൊക്കെ പോകും എന്ന ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.